നമസ്കാരം. ഇന്നത്തെ വീഡിയോ ഭഗവാന്റെ അനുഗ്രഹത്തോടെ തന്നെ എടുത്തിട്ടുള്ള ഒരു കുറിയിൽ നിന്നുള്ള റീഡിംഗ് ആണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. നിങ്ങളുടെ ജീവിതവുമായിട്ട് അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക, ബാക്കിയുള്ളത് നിങ്ങൾ ഒഴിവാക്കുക. ഇന്നത്തെ റീഡിങ്ങിൽ നോക്കാൻ പോകുന്നത് അപ്രതീക്ഷിതമായിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്ന ചില കാര്യങ്ങൾക്ക് മേൽ ഭഗവാന്റെ തീരുമാനങ്ങൾ എന്തൊക്കെയാണ്? ദുഃഖങ്ങൾക്കെല്ലാം അവസാനമുണ്ടാകുമോ? ഒരുപാട് കഷ്ടപ്പാടും വേദനയൊക്കെ അനുഭവിക്കുന്നുണ്ട്. അതിനുള്ള കാരണക്കാർക്ക് എന്താണ് ഈശ്വരൻ നൽകുന്നത്? ഈ സമയം തന്നെ നിങ്ങളിൽ ഈ ജീവിതത്തിൽ നീതിക്കും ന്യായത്തിനുമായി ഈശ്വരനോട് പ്രാർത്ഥിക്കുന്ന ഒരു വേള തന്നെയാണ്. എൻ്റെ ജീവിതത്തിലേക്ക് അത്ഭുതം തന്നെ സംഭവിപ്പിക്കണമെന്ന് അങ്ങേയറ്റം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. എത്രയും വേഗം എന്നിലേക്ക് ആ കരുതൽ ചൊരിയണം. ഒട്ടും തന്നെ കാത്തിരിക്കുവാനുള്ള ക്ഷമയില്ലാത്ത അവസ്ഥയിലേക്ക് പോയിരിക്കുന്നു. പെട്ടെന്ന് തന്നെ നിങ്ങളിലേക്ക് കരുണ ഉണ്ടാകണം എന്ന ഒരു പ്രാർത്ഥന തന്നെയാണ് ഇവിടെ കാണുന്നത്. ശരിക്കും ആ സന്തോഷമുള്ള ദിനങ്ങൾ നിങ്ങളിലേക്ക് വരാൻ പോകുന്നു. അതിൻ്റെ ചൈതന്യം നിങ്ങളിലേക്ക് വരാൻ പോകുന്നു. ഇപ്പോൾ നിങ്ങളിലുള്ള ആ ഒരു ശക്തിയുണ്ട്. ആ ശക്തി നിങ്ങളുടെ മനോനില കുറച്ചുകൂടി ശക്തമാക്കും. അങ്ങനെ തന്നെ നിലനിർത്തുക. ഇമോഷണലി അല്ലെങ്കിൽ മെൻ്റലി വളരെ സ്ട്രോങ് ആയ ഒരു വ്യക്തി. ഈ അവസ്ഥയിലും നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് തന്നെ ജീവിതത്തിൽ എപ്പോഴും കൂടെ ഉണ്ടാകണം. ഓരോ ദിവസവും പോരാടുകയാണ്. അതിന് നിങ്ങളോടൊപ്പം ആ ശക്തി ഉണ്ടായേ മതിയാവൂ എന്ന് തന്നെയാണ്. നിങ്ങൾക്ക് തന്നെ അറിയാം നിങ്ങളുടെ പവർ ഏത് സാഹചര്യത്തിലാണെങ്കിലും ഇപ്പോൾ വളരെ ശക്തമായിട്ട് തന്നെയാണ് നിങ്ങളിലൂടെ അത് കടന്നു പോകുന്നത്. ഇപ്പോൾ ഏത് സാഹചര്യത്തിലൂടെയും നിങ്ങൾ കടന്നു പോകും. പരാതികളില്ല, വിഷമങ്ങളില്ല. അത്രത്തോളം നിങ്ങൾ കാര്യങ്ങളെല്ലാം പഠിച്ചു കഴിഞ്ഞു. ഇപ്പോൾ വളരെ ക്ഷമയോടുകൂടി തന്നെ ഓരോ അവസരത്തിലും നിങ്ങൾ നിൽക്കുകയാണ്. കുറേ കാര്യങ്ങൾ തന്നെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ഏത് സാഹചര്യവും ഇപ്പോൾ നിങ്ങൾക്ക് നന്നായി മനസ്സിലാകുന്നുണ്ട്. ഓരോ സിറ്റുവേഷനെയും നിങ്ങൾ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞു. വിജയിക്കുമെന്ന ഒരു ചിന്തയുണ്ട്. അത് തന്നെ നിങ്ങളുടെ ദുഃഖങ്ങൾ വളരെയധികം കുറച്ചുകൊണ്ടേയിരിക്കുകയാണ്. ആ ഒരു വിൽ പവർ നിങ്ങൾ നശിപ്പിക്കരുത്. അത് ഒരിക്കലും നിങ്ങളിൽ നിന്ന് വിട്ടുപോകാൻ അനുവദിക്കരുത്. അത് നിലനിർത്തുക. ഈശ്വരൻ നിങ്ങളോടൊപ്പമുള്ള ഓരോ നിമിഷത്തിലും നിങ്ങൾ ആഗ്രഹിക്കുന്നതിന് വേണ്ടി നിങ്ങൾക്ക് പ്രയത്നിക്കുവാനുള്ള എല്ലാ അവസരവും ഉണ്ടാക്കി തരും. ആ തിരിച്ചറിവ് തന്നെയാണ് ഈശ്വരൻ എന്നോടൊപ്പമുണ്ട് എന്ന തിരിച്ചറിവ് തന്നെയാണ് നിങ്ങളിൽ ഇപ്പോഴുള്ളത്. ഏതൊരു അപകടഘട്ടങ്ങളെയും നിങ്ങൾ തരണം ചെയ്യും. ആവശ്യമുള്ള സന്ദർഭങ്ങളിൽ ആരെങ്കിലും സഹായിക്കാൻ ഓടിയെത്തുമെന്ന് നിങ്ങൾ കരുതും. പക്ഷെ അവിടെ ഈശ്വരൻ്റെ സാന്നിധ്യം മാത്രം. മറ്റാരുടെയെങ്കിലുമൊക്കെ അദൃശ്യ കരങ്ങളായിരിക്കും നിങ്ങളെ അവിടെ നിന്നൊക്കെ രക്ഷിച്ചു കൊണ്ടുവരുന്നത്. നിങ്ങൾ വിചാരിച്ച വ്യക്തികളിൽ നിന്നൊന്നും യാതൊരുവിധ സഹായവും അവിടെ ലഭിച്ചെന്ന് വരികയില്ല. പല സുപ്രധാന തീരുമാനങ്ങളും തന്നെ എടുക്കുന്ന ഒരു കാലഘട്ടമാണ്. മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താനായി ഇനി ഒട്ടും തന്നെ ജീവിക്കുന്നില്ല. വരുമാനത്തിനനുസരിച്ച് അത് നിലനിർത്തി വലിയ കടങ്ങളിലൂടെ ഒന്നും കടന്നു പോകാതെ ജീവിക്കണമെന്ന് തീരുമാനിക്കുകയാണ്. ഇനി ഒന്നിനും എടുത്തു ചാടില്ല എന്ന ഒരു ചിന്തയുമുണ്ട്. ശരിക്കും ഈ കടം വരുന്നത് തന്നെ മനസ്സിൻ്റെ സമാധാനം തകർക്കുന്ന ഒന്ന് തന്നെയാണ്. അത് ശരിക്കും മനസ്സിലാക്കി കഴിഞ്ഞു. അതുപോലെ തന്നെയാണ് സ്വന്തം കുടുംബവും. അതിലെ ആളുകളെ ഒരിക്കലും മാറ്റാൻ കഴിയുകയില്ല. മറ്റെന്ത് വേണമെങ്കിലും നമുക്ക് പുറമേയുള്ള മറ്റു കാര്യങ്ങളൊക്കെ മാറ്റിവെക്കാം. പക്ഷേ കുടുംബത്തിലെ അംഗങ്ങളുടെ സ്വഭാവമോ പല വൈരുദ്ധ്യങ്ങൾ കാണും, വ്യത്യസ്തത കാണും. അവിടെ രമ്യതയോടുകൂടി അവരെ ഉൾക്കൊള്ളാൻ, അങ്ങനെ മാത്രമേ മുന്നോട്ട് പോകാൻ കഴിയൂ എന്ന് ചില തിരിച്ചറിവുകൾ തന്നെ വരികയാണ്. അവിടെ കൂടുതൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നവർ തീർച്ചയായും ഈശ്വരൻ്റെ മുമ്പിൽ ഉത്തരം പറയേണ്ടി വരും എന്ന ഒരു ഉൾക്കാഴ്ച മനസ്സിലുണ്ട്. അതുകൊണ്ട് തന്നെ നിശബ്ദമായി ഇരിക്കുകയാണ്. ഓരോരുത്തരുടെയും കാഴ്ചപ്പാടുകളും ഇഷ്ടങ്ങളും എല്ലാം വ്യത്യസ്തമാണ്. മുന്നോട്ട് പ്രശ്നങ്ങളൊന്നുമില്ലാതെ സമാധാനം നിലനിർത്തി പോവുക എന്നത് മാത്രമേ ഉള്ളൂ ഇപ്പോൾ നിങ്ങളുടെ മുന്നിലുള്ളത്. അത്രത്തോളം സമാധാനം ആഗ്രഹിക്കുന്നുണ്ട്. കുടുംബത്തിലുള്ളവരെയോ അയൽക്കാരെയോ നമ്മെ ഇങ്ങനെ അസ്വസ്ഥപ്പെടുത്തുന്നവരെയോ ഒന്നും മാറ്റാൻ കഴിയുകയില്ല. മുന്നോട്ട് പോകുന്നത് സമാധാനത്തോടു കൂടി വേണം താനും. നിങ്ങളുടെ മാനസികമായിട്ടുള്ള ആരോഗ്യം കൂടുതൽ വർദ്ധിക്കുവാനാണ് സാധ്യതയുള്ളത്. എന്തെന്നാൽ പല കാര്യങ്ങളെയും അവഗണിച്ച്
മനസ്സിൻ്റെ സമാധാനവും ഏകാഗ്രതയും നിലനിർത്തും. ഈശ്വരൻ നിങ്ങളോടൊപ്പമുണ്ട് എന്ന ചിന്ത തന്നെയാണ് അതിൻ്റെ ഒരു കാരണം. ഭാര്യയും ഭർത്താവും മാതാപിതാക്കളും കുട്ടികളും സഹോദരങ്ങളും എല്ലാവരും ഉൾപ്പെടുന്നതാണ് കുടുംബം. അതല്ലെങ്കിൽ ബന്ധുക്കൾ ഉൾപ്പെടുന്ന ഒരു കുടുംബ ബന്ധം. ഓരോരുത്തരും വ്യത്യസ്തർ തന്നെയാണ്. ആരെയും മാറ്റാൻ പ്രേരിപ്പിക്കുന്നത് ആർക്കും ഇഷ്ടപ്പെടുന്നില്ല. ഓരോ വ്യക്തിയും അവരുടെ കംഫർട്ട് സോണിൽ നിന്നും പുറത്തേക്ക് മാറിപ്പോകാൻ ഇഷ്ടപ്പെടുന്നതുമില്ല, തയ്യാറാവുകയുമില്ല. ആ ഒരു സ്ഥിതി തിരിച്ചറിയുക തന്നെയാണ്. അതുപോലെ പണിയെടുക്കുന്ന സാഹചര്യങ്ങളിലും പണി ചെയ്യുവാനായിട്ട് പോകുന്ന സ്ഥലങ്ങളിൽ ജോലി സ്ഥലത്ത് അനുഭവിക്കുന്ന ചില അപ്രിയമായ കാര്യങ്ങൾ, അപ്രതീക്ഷിതമായി പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. പക്ഷേ അപ്രതീക്ഷിതമായി നിങ്ങൾ അതിൽ നിന്നും പുറത്തേക്ക് വരുന്നു, നിങ്ങൾ രക്ഷപ്പെടുന്നു. കാരണം നിങ്ങളുടെ തിരിച്ചറിവുകൾ തന്നെയാണ്. ജോലി സ്ഥലം എന്നത് നമ്മുടെ കുടുംബമോ സൗഹൃദ സ്ഥലമോ ഒന്നുമല്ല എന്ന് ശരിക്കും തിരിച്ചറിഞ്ഞിരിക്കുന്നു. ജീവിതം നിലനിർത്താനായി മറ്റു മാർഗമൊന്നുമില്ലാത്തപ്പോഴാണ് ആ ഒരു പണിസ്ഥലത്തേക്ക്, നമ്മുടെ ജോലി സ്ഥലത്തേക്ക് വരുമാനത്തിനായിട്ട് നാം ഇറങ്ങിത്തിരിക്കുന്നത് തന്നെ. അവിടെ സമാധാനം കിട്ടിയെങ്കിൽ മാത്രമേ, നമ്മുടെ വരുമാനത്തിൻ്റെ പ്രശ്നമാണ്, ജീവിതം നിലനിർത്താനുള്ളതാണ്. ആത്മാർത്ഥതയോടുകൂടി അവിടെ പണിയെടുക്കുവാനുള്ള സാഹചര്യം ഉണ്ടാകണം. അവിടെ ചില വ്യക്തികളുടെ പല താല്പര്യങ്ങൾ, രാഷ്ട്രീയവും വ്യക്തിപരമായിട്ടുള്ള താല്പര്യങ്ങളുണ്ട്. അവിടെ പല രഹസ്യങ്ങളും നടക്കുന്നുണ്ട്. യാതൊന്നും അറിയാതെ നിങ്ങൾ അതിനോടൊക്കെ ചേർന്ന് നിന്നാൽ പ്രശ്നങ്ങളിൽ തീർച്ചയായും അകപ്പെടും എന്ന് തിരിച്ചറിഞ്ഞു. ചില വ്യക്തികളുടെ തന്നെ സ്വാർത്ഥ താല്പര്യത്തിനായിട്ട് ജോലി സ്ഥലത്ത് ആത്മാർത്ഥമായി പണിയെടുക്കുന്ന ആളുകളുടെ മനസ്സിൽ സമാധാനം കളയുന്ന ചില പ്രവൃത്തികൾ ഉണ്ടാകുന്നു. അതൊക്കെ ഈശ്വരൻ്റെ കൃപയാൽ നിങ്ങൾ തിരിച്ചറിയുന്നു, നിങ്ങൾ അതിൽ നിന്നും വിട്ടുമാറുന്നു. അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതായിരുന്നു നിങ്ങളുടെ വ്യക്തി ജീവിതവും. ഈ ഒരു സമയത്ത് നിങ്ങൾ ഒട്ടും തന്നെ പേടിക്കേണ്ട ആവശ്യമില്ല. അവർ ആത്മാർത്ഥതയുള്ള ഒരു വ്യക്തി തന്നെയാണ്. നിങ്ങൾ ഒരുപാട് സംശയങ്ങൾ കൊണ്ട് നടക്കുന്നുണ്ട് എങ്കിലും അതൊന്നും അത്ര ശരിയായിരിക്കുകയില്ല. നിങ്ങളോടുള്ള വികാരങ്ങൾ, നല്ലൊരു അറ്റാച്ച്മെൻറ്റ്, നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു മനോഭാവം അവരിലുണ്ട്. അത് ആഴത്തിലുള്ള ഒരു ബന്ധം തന്നെയാണ്. പുറമേ അത് അധികം പ്രകടിപ്പിക്കാനാവില്ല. ഈ പ്രപഞ്ചശക്തിയുടെ അനുഗ്രഹം ഈ ബന്ധത്തിന് മേലുണ്ട്. നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടിയൊന്നും ഈ ബന്ധം അറ്റുപോകാൻ ഒരിക്കലും കഴിയുകയില്ല. നിങ്ങൾ പലതവണ ശ്രമിച്ചിട്ടുണ്ട്, പക്ഷേ അത് കഴിഞ്ഞിട്ടില്ല. രണ്ടുപേരിലുമുള്ള ആ ഒരു സ്ട്രോങ് ആയിട്ടുള്ള എനർജി നിലനിൽക്കുന്ന സമയത്ത് ഒരിക്കലും അറ്റുപോകാൻ കഴിയുകയില്ല. കണ്ണികൾ ഒരിക്കലും വിട്ടുപോവുകയില്ല. ആ വ്യക്തിയെ സംശയത്തിൽ നിർത്തേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു, പക്ഷേ അവർ തന്നെ അത് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. പലപ്പോഴും നിങ്ങൾക്ക് ക്ഷമിക്കാൻ കഴിയുന്ന ചില തെറ്റുകൾ മാത്രമാണ് അവിടെ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ജീവിതത്തിൻ്റെ ആ ഒരു നിലനിൽപ്പും അതിൻ്റെ ആ ഒരു വിലയും മനസ്സിലാക്കി നിങ്ങൾ കഴിവതും ജീവിതത്തോട് ചേർന്ന് നിൽക്കാനായിട്ട് ശ്രമിക്കുന്നതാണ് ഏറ്റവും നല്ലതെന്നാണ് ഒരു സൂചന. നിങ്ങളുടെ ആഗ്രഹത്തിനൊത്ത് വരാൻ അവർ തയ്യാറാണ് എന്ന് നിങ്ങളോട് അപേക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. മറ്റാരുടെയൊക്കെ പ്രേരണയാണ് നിങ്ങളിലുണ്ടായ എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നത്തിന് കാരണം. അതല്ലെങ്കിൽ ഒരു വലിയ പ്രശ്നമുണ്ടായെങ്കിൽ മറ്റാർക്കെങ്കിലും എന്തെങ്കിലും അതിൽ നിന്ന് വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ആയിരുന്നു. ആ ഒരു സമയദോഷം കൊണ്ടാണ് ഇതൊക്കെ സംഭവിച്ചത്. തീവ്രമായിട്ടുള്ള ഒരു എനർജി അവിടെ ഉണ്ട്. ശരിക്കും ഇനിയും വളരെ ശക്തമായിട്ട് തന്നെ ആ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. ജീവിതത്തിൽ തന്നെ വലിയ മാറ്റങ്ങൾ വരികയാണ്. പല കാര്യങ്ങളെയും പേടിയോടും വലിയ ഭയത്തോടു കൂടി നിന്ന ഒരു സമയമുണ്ട്. അപ്രതീക്ഷിതമായിട്ട് പല കാര്യങ്ങളും ജീവിതത്തിലേക്ക് വന്നപ്പോൾ ഒരുപാട് ഭയമുണ്ടായിരുന്നു. പക്ഷേ നിങ്ങൾ അതൊക്കെ വെടിയുകയാണ്. നിങ്ങൾ വളരെ മനസ്സിൻ്റെ ആ ഒരു സുരക്ഷിതമായിട്ടുള്ള ഒരു വലയത്തിൽ തന്നെയാണ്. ഈശ്വരൻ കൂടെയുണ്ട്. അതല്ലെങ്കിൽ എന്തോ ഒരു ശക്തി ഉള്ളിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ധൈര്യമായിട്ട് മുന്നോട്ട് പോകാം എന്ന ഒരു തോന്നലുണ്ട്. അത് തന്നെയാണ് ഇപ്പോൾ നിങ്ങളെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. ശരിക്കും അത് സംഭവിക്കുക തന്നെ ചെയ്യും. നിങ്ങളുടെ ജീവിതം നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ തന്നെ നിങ്ങൾക്ക് നെയ്തെടുക്കുവാൻ സാധിക്കും. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം നിങ്ങളുടെ മുന്നിൽ വരും. ഈശ്വരൻ അതിനുള്ള അനുഗ്രഹവും ആശീർവാദവും നിങ്ങളിലേക്ക് കൊണ്ടുവരും. തീർച്ചയാണ്.